മറിയം ധ്യാന മാതൃക. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെ അതുല്യ മാതൃകയാണ് മറിയം. ദിവ്യപുത്രൻ്റെ മുഖം അനന്യമായ രീതിയിൽ മറിയത്തിൻ്റേതാണ്. അവളുടെ ഉദരത്തിലാണ് ക്രിസ്തു ഉരുവായത്. മാനുഷിക സാദൃശ്യം അവളിൽ നിന്നാണ് സ്വീകരിച്ചത്. അത് കൂടുതൽ ആധ്യാത്മികമായ അടുപ്പത്തെ സൂചിപ്പിക്കുന്നു. മറിയത്തെപ്പോലെ വിശ്വസ്തയോടെ മറ്റാരും ക്രിസ്തുമുഖത്തെപ്പറ്റി ധ്യാനിക്കാൻ സ്വയം സമർപ്പിച്ചിട്ടില്ല. മംഗലവാർത്തയുടെ സമയത്ത് തന്നെ അവൾ പരിശുദ്ധാത്മാവിനാൽ അവനെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അവനിലേക്ക് തിരിഞ്ഞു. തുടർന്നുള്ള മാസങ്ങളിൽ അവൾ അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാനും അവൻ്റെ സവിശേഷതകളുടെ ചിത്രം വരയ്ക്കാനും തുടങ്ങി. അവസാനം ബത്ലഹേമിൽ വെച്ച് അവനെ പ്രസവിച്ചപ്പോൾ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് അവനെ പുൽക്കൂട്ടിൽ കിടത്തിയപ്പോൾ തൻ്റെ പുത്രനെ വാത്സല്യത്തോടെ കാണാൻ അവളുടെ കണ്ണുകൾക്ക് കഴിഞ്ഞു. അതിനുശേഷം ആരാധനയും വിസ്മയവും നിറഞ്ഞ മറിയത്തിൻ്റെ ദൃഷ്ടി അവനിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. ചിലപ്പോൾ അത് ചോദ്യം നിറഞ്ഞ ഒരു നോട്ടമായിരിക്കും. ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയ സംഭവത്തിൽ അത് അപ്രകാരമായിരുന്നു. മകനെ, നീ എന്തുകൊണ്ട് ഞങ്ങളോടിങ്ങനെ പെരുമാറി? ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 48. എല്ലായ്പ്പോഴും അത് തുളച്ചു കയറുന്ന നോട്ടമായിരുന്നു. യേശുവിനെ ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന നോട്ടം. കാനായിൽ വെച്ച് എന്ന പോലെ അവൻ്റെ നിഗൂഢ വികാരങ്ങളിലേക്ക് തുളച്ചു കയറുന്നതും അവൻ്റെ തീരുമാനങ്ങളെ മുൻകൂട്ടി ഗ്രഹിക്കുന്നതുമായിരിക്കും. ചിലപ്പോൾ അത് ദുഃഖത്തിൻ്റെ നോട്ടമായിരിക്കും. പ്രത്യേകിച്ച് കുരിശിൻ്റെ താഴെ നിന്നുള്ള നോട്ടം അത്തരത്തിലുള്ളതായിരുന്നു. അപ്പോഴും ജന്മം നൽകുന്ന ഒരമ്മയുടെ നോട്ടമായിരിക്കും അത്. എന്തെന്നാൽ മറിയം തൻ്റെ പുത്രൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും പങ്കുചേരുക മാത്രമല്ല ചെയ്തത്, ശ്രേഷ്ഠ ശിഷ്യനിലൂടെ തനിക്ക് നൽകപ്പെട്ട പുതിയൊരു പുത്രനെ സ്വീകരിക്കുക കൂടി ചെയ്തു. ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ അവളുടെ നോട്ടം ഉത്ഥാനത്തിൻ്റെ സന്തോഷത്താൽ തിളങ്ങുന്ന ഒന്നായിരിക്കും. അവസാനമായി പന്തക്കോസ്തായുടെ ദിവസത്തിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹത്താൽ ഉജ്ജ്വലിക്കുന്ന നോട്ടമായിരിക്കും. മറിയം തൻ്റെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിച്ചുകൊണ്ടും അവിടുത്തെ ഓരോ വാക്കും ശേഖരിച്ചുകൊണ്ടും ജീവിച്ചു. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ലൂക്ക 2 അധ്യായം 19 വാക്യം. യേശുവിനെക്കുറിച്ചുള്ള സ്മരണകൾ മറിയത്തിൻ്റെ ഹൃദയത്തിൽ ആഞ്ഞു പതിഞ്ഞവ എപ്പോഴും മറിയത്തോടൊപ്പം ഉണ്ടായിരുന്നു. പുത്രനോടൊപ്പമുള്ള തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ നിമിഷങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് അവ അവളെ നയിച്ചുകൊണ്ടിരുന്നു. ഒരർത്ഥത്തിൽ അവൾ ഭൗമിക ജീവിതത്തിൽ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്ന കൊന്ത നമസ്കാരമായി തീർന്നു ആ സ്മരണകൾ. ഇന്നും സ്വർഗീയ ജെറുസലേമിലെ സന്തോഷപ്രദമായ ഗാനങ്ങൾക്കിടയിലും അവളുടെ നന്ദി പ്രകടനത്തിൻ്റെയും സ്തുതിപ്പിൻ്റെയും കാരണങ്ങൾ മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. തീർത്ഥാടക സഭയോട് അവൾക്കുള്ള മാതൃവാത്സല്യത്തെ അവ ഉദ്ദീപിപ്പിക്കുന്നു. തീർത്ഥാടക സഭയിൽ അവൾ തൻ്റെ വ്യക്തിപരമായ സുവിശേഷ വിവരണം തന്നുകൊണ്ടേയിരിക്കുന്നു. മറിയം തൻ്റെ പുത്രൻ്റെ രഹസ്യങ്ങളെ വിശ്വാസികളുടെ മുമ്പിൽ നിരന്തരം കാഴ്ചവെക്കുന്നു. ആ രഹസ്യങ്ങളെപ്പറ്റിയുള്ള ധ്യാനം അവയുടെ സർവ്വരക്ഷാകര ശക്തിയും പ്രവഹിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അങ്ങനെ ചെയ്യുന്നത്. കൊന്ത നമസ്കാരം ചൊല്ലുമ്പോൾ മറിയത്തിൻ്റെ സ്മരണകളും ധ്യാനാത്മക വീക്ഷണവുമായുള്ള ബന്ധത്തിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിക്കുന്നു.